സർവൈശ്വര്യ പൂജ എന്ന് അറിയപ്പെടുന്ന ഒരു പൂജയാണ്. അത് പൂര സമയത്ത് മാത്രം 6 ദിവസം നടത്തി വരുന്ന, അതായത് തന്ത്രിമാർ ചെയ്യുന്ന ഒരു പൂജയാണ്. അതായത് കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പൂജ എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ആ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യുന്നത് 6 ദിവസമേ ചെയ്യുന്നുള്ളൂ. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രം, അതായത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടില് തിരുവാഴിയോട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ക്ഷേത്രമാണ് തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രം. ഒരുപാട് ചരിത്രവും അതുപോലെ ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ അമ്പലത്തിന്റെ ആളുകളുടെ അടുത്ത് ചോദിച്ചറിയാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക, മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്. ഓക്കെ. നമസ്തേ, ഞാൻ വിജയൻ, ക്ഷേത്ര കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇവിടെ ഈ അമ്പലം ദക്ഷയാഗത്തിന് ശേഷം ശിവൻ പാർവതിയെ ശപിച്ചു 3 അവതാരമാക്കിയിട്ട് മാറ്റാനുള്ള അവതാരമായിട്ട് ഭൂമിയിൽ ജനിക്കുകയും അങ്ങനെ ആ ശാപത്തിൽ നിന്നും മോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. 2 അവതാരങ്ങൾ കഴിഞ്ഞ് മധുര മീനാക്ഷി ക്ഷേത്രം, മധുരയിലെ മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും മറ്റുമൊക്കെ ഉണ്ട്. അതിനുശേഷം 3ാമത്തെ അവതാരമായിട്ട് ദേവി ചോളരാജ്യത്തിലെ രാജാവിന്റെ മന്ത്രിയുടെ മകളായിട്ട് ജനിക്കുകയാണ്. ആ രാജ്യത്ത് ഒരു ദിവസം ഒരു വിദ്വാൻ വരികയും കുറച്ച് മുത്തുമണികൾ അവിടെ സമർപ്പിക്കുകയും ചെയ്തു. ഈ മുത്തുമണികൾ കോർത്ത് മാലയാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് അവിടെ പലരും ശ്രമിച്ചുവെങ്കിലും അവിടെ മുത്തുമണികൾ കോർക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ആ മുത്തുമണികളുടെ ഉള്ളിലുള്ള ദ്വാരം ഒരു വക്രഗതിയിലുള്ളതായിരുന്നു. അപ്പോൾ അത് ഒന്നിച്ചു ചേർക്കാൻ പറ്റാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി. അവസാനം രാജാവ് മന്ത്രിയോട് ആജ്ഞാപിച്ചു, ഒരു 24 മണിക്കൂറിനുള്ളിൽ ഈ മാല കോർത്തു തരണം, അല്ലെങ്കിൽ മന്ത്രിയുടെ ശിരസ് ഛേദിക്കുമെന്ന് പറഞ്ഞു. ആകെ വിഷണ്ണനായിട്ട് വീട്ടിൽ വന്നതായിട്ടുള്ള മന്ത്രിയുടെ മകള് ഇത് കാണുകയും ആ മന്ത്രിയുടെ മകള് എന്താണ് കാരണമെന്ന് അന്വേഷിക്കുകയും ചെയ്തു. മുത്തുമണികൾ തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ രാത്രിയിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ആ മുത്തുമണികൾ പിറ്റേ ദിവസം ഒരു മാലയായി കോർത്തിട്ട് മന്ത്രിക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു നൂലില് നെയ്യ് പുരട്ടിയിട്ട് ആ ദ്വാരത്തിന്റെ അടുത്ത് വെക്കുകയും ഉറുമ്പുകൾ വന്നിട്ട് ഈ നൂല് വലിച്ചിട്ട് ദ്വാരങ്ങളിലൂടെ പോയി എന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവിയുടെ ബുദ്ധിശക്തിയെ പിറ്റേന്ന് മന്ത്രി ഈ മാല സമർപ്പിച്ചപ്പോൾ രാജാവ് പ്രകീർത്തിക്കുകയും അങ്ങനെ രാജാവിന്റെ മകനായിട്ട് വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തു. പക്ഷെ ദേവിയുടെ അവതാരത്തിന്റെ ലക്ഷ്യം 11 വയസ്സ് വരെ അവിടെ ഭൂമിയിൽ മനുഷ്യ സ്ത്രീയായിട്ട് ജനിക്കുകയും അവസാനം ശക്തിയിലേക്ക് ലയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്നും ഇത് കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുകയില്ല എന്നറിഞ്ഞ ദേവിയുടെ ഉത്തമ വിശ്വസ്തരായിട്ടുള്ള 11 കുടുംബങ്ങളെ അവരുടെ അനുയായികളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് നാട് വിട്ടു എന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെ ദേവി ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. ഇവിടെയാണ് അതിന്റെ മൂലസ്ഥാനമായിട്ട് കാണുന്നത്. ആ ചൈതന്യമാണ് ഇവിടെയുള്ളത്. അതായത് വിവാഹം കഴിക്കാത്ത, അതുകൊണ്ടാണ് പറഞ്ഞത് തിരുവരായ്ക്കൽ. തിരു പറഞ്ഞ ശിവൻ, വരാത്ത കാവ്, തിരുവരാത്ത കാവ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ കാളവേലയും മറ്റുമൊന്നും ഇല്ലാത്തത്. ഇവിടെ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഒരു വിവാഹിതയല്ലാത്തതായ ഒരു ശക്തി ചൈതന്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നിട്ട് ഉള്ളു തുറന്ന് ആരാധിച്ചാൽ, ഉള്ളു തുറന്ന് അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യവും പെട്ടെന്ന് നടക്കും. അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമ്മയെ ശരണം. നമസ്കാരം, ഞാൻ നാരായണൻകുട്ടി ഗുപ്തൻ എന്ന പേര്. ഈ തിരുവരേഖ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി സ്ഥാനത്താണ് ഇപ്പോൾ. സെക്രട്ടറി ആയിട്ട് കമ്മിറ്റിയിൽ ക്ഷേത്രത്തില് 1981 പൂരം തുടങ്ങിയത്. ആ കാലത്ത് ഞാൻ ഈ ക്ഷേത്രത്തിലെ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തകനായി ഈ കമ്മിറ്റിയിലുണ്ട്. ഇതെന്റെ സുഹൃത്താണ്. ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ രാമകൃഷ്ണൻ എന്നാണ് പേര്. ക്ഷേത്രത്തിലെ ക്ലർക്കായിട്ട് ആണ് മൂപ്പര് ജോലി ചെയ്യുന്നത്.
നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തിരുവാഴിയോട് ചെർപ്പളശ്ശേരി റോഡില് ഏകദേശം ഒരു 100 മീറ്റർ പടിഞ്ഞാറ് ചെർപ്പളശ്ശേരി റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ തിരുവാഴിയോട് തിരുവരയ്ക്കൽ ഭഗവതി ക്ഷേത്രം. ഇത് പുരാതനമായിട്ട് ഏകദേശം ഒരു 1600ഓളം വർഷം പഴക്കമുണ്ടാവും എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു 10-11 ഊരാള കുടുംബങ്ങളായിട്ടുള്ള അവരുടെ ഒരു ക്ഷേത്രമായിട്ടാണ്, ട്രസ്റ്റിമാരായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ആദ്യമായിട്ട് ഒരു താലപ്പൊലി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഭക്തജനങ്ങളുടെ അനുഗ്രഹത്തോടുകൂടെ ഭക്തജനങ്ങളുടെ താല്പര്യങ്ങൾ കണക്കെടുത്തുകൊണ്ട് ഇവിടെ പൂരമായി. അങ്ങനെ പൂരം തുടങ്ങി 44 വർഷം ഇവിടെ പൂരം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് പുരാതനമായിട്ട് പൂരമൊക്കെ നടന്നിരുന്ന ഒരു മഹാക്ഷേത്രമാണെന്നും ഒരുപാട് ഇവിടെ എന്താ പറയാ സാമ്പത്തികമായ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അന്ന് നമുക്കറിയില്ല, അതൊക്കെ പല ആളുകളുടെ കയ്യിലും പിന്നെ പോയിട്ടുണ്ടായിരിക്കാം. എന്നാലും സാമൂതിരി മുമ്പ് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ആലുണ്ട്, ആൽത്തറ, സാമൂതിരി ആൽത്തറ എന്ന് പറയപ്പെടുന്ന ഒരു ആൽത്തറയുടെ അവിടെ വന്നിരുന്നുകൊണ്ട് അവിടെ പല്ലക്കിറങ്ങി അവിടുന്ന് സാമൂതിരി വന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇപ്പൊ ഈ ക്ഷേത്രം പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ അതില് മുമ്പ് കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. ഒരു താലപ്പൊലി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം താലപ്പൊലിയുള്ളൂ. അതിന് ഇപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തില് ഒരുപാട് വിശേഷങ്ങൾ നടത്താൻ തുടങ്ങി. വിശേഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മേടമാസത്തില് പൂരം 1-ാം തീയതി, വിഷു 1-ാം തീയതി പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തെ ഉത്സവ പൂരമായിട്ടാണ് കഴിക്കുന്നത്. ഉത്സവ പൂരം എന്ന് പറഞ്ഞാൽ അവിടെ കാള, കുതിര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ക്ഷേത്രത്തിലില്ല. എന്നാൽ ആനപ്പൂരം, പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ, ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്ഷേത്രകലകൾ എന്ന് പറഞ്ഞാൽ ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളല്, കൃഷ്ണനാട്ടം അങ്ങനെയുള്ള ക്ഷേത്ര കലകൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം ഇവിടെ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ അന്നദാനം എന്ന് പറഞ്ഞാൽ 7 ദിവസം അന്നദാനം ഉണ്ടായിരിക്കും. ക്ഷേത്ര കൂട്ടുപറയിൽ ഭക്തജനങ്ങൾക്കായിട്ട് ഒരുക്കുന്ന അന്നദാനമുണ്ട്. പിന്നെ ഇടവ മാസത്തിൽ ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം എന്നാണ് പറയപ്പെടുന്ന ഒരു അനിയൻ നക്ഷത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ കാര്യമായിട്ട് അങ്ങനെ കൊണ്ടാടാറില്ല പ്രതിഷ്ഠാ ദിനം. പിന്നെ മിഥുന മാസത്തില് ഇവിടെ നടത്തുന്നത് ഇവിടെ നാഗപ്രതിഷ്ഠാ ദിനമാണ്. മിഥുന മാസത്തിലെ അശ്വതി നാളില് ഇവിടെ നാഗപ്രതിഷ്ഠ കൊണ്ടാടാറുണ്ട്. അതിന് ഈ നാട്ടിലുള്ള ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും നാഗ പൂജകള്, സർപ്പബലി അതെല്ലാം ചീട്ടാക്കി അങ്ങനെയുള്ള ഈ നാഗത്തിന് വർഷത്തിലൊരിക്കലാണ് നാഗപൂജ ചെയ്യുന്നത്. അപ്പൊ അതിന് ഇവിടത്തിന്റെ കുടുംബങ്ങൾ പല ഭാഗങ്ങളിലായിട്ടാണ്. കാരാകുർശി, എലുമ്പലാശ്ശേരി, പിന്നെ കടമ്പഴിപ്പുറം, മണ്ണമ്പറ്റ, തോട്ടര, ചെനങ്ങാട്, ആറ്റാശ്ശേരി, പുഞ്ചപ്പാടം അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഈ കുടുംബക്കാർ എന്ന് പറയുന്നത് ഇതിൽ നിന്നും പിരിഞ്ഞു പോയ ഒരുപാട് ആളുകൾ പല ഭാഗങ്ങളിലും, പാലക്കാട് പല ഭാഗങ്ങളിലുണ്ട്. അവരൊക്കെ പിന്നെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാവ് കയറുക എന്നൊരു ചടങ്ങുണ്ട്. കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ കാവ് കയറാൻ വേണ്ടിയിട്ട് അവരിവിടെ വരാറുണ്ട്. പിന്നെ അവർക്ക് വല്ല എന്തെങ്കിലും കാവിക്ക് തന്നെ ചില ആളുകൾക്ക് അറിയണം നമ്മുടെ ക്ഷേത്രം ഏതാണെന്നുള്ളത്. അപ്പൊ അവരെന്താ വെച്ചാൽ അവര് എന്തെങ്കിലും വല്ല ജ്യോത്സ്യം വെക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവര് അന്വേഷിച്ചാൽ ഇങ്ങനെ നിങ്ങളുടെ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ പോയി തൊഴുകണം, അവിടെ വഴിപാടുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അവർ വരും. വന്നു കഴിഞ്ഞാൽ അവർ വേണ്ട കാര്യങ്ങളും വഴിപാടുകളൊക്കെ ചെയ്തിട്ട് അവർ പോകും. അവർക്ക് വളരെ തൃപ്തിയായി കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന വിധനം കഴിഞ്ഞാൽ പിന്നെ കർക്കിടക മാസത്തിൽ മിക്കവാറും ലക്ഷാർച്ചന എന്നൊരു ചടങ്ങ് ചെയ്ത് ഭക്തജനങ്ങളൊക്കെ സംഘടിക്കാറുണ്ട്. ഇപ്പൊ 2 വർഷമായിട്ട് ലക്ഷാർച്ചന ചെയ്യാറില്ല, പക്ഷെ എന്നാൽ എല്ലാ വർഷവും ലക്ഷാർച്ചന. കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ ചിങ്ങമാസത്തില് നറാപുത്തിരി ഇവിടെ ഒരു വിശേഷമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ചിങ്ങമാസത്തിലെ നറാപുത്തിരി. അതുപോലെ തന്നെ പിന്നെ കന്നിമാസത്തിലോ അല്ലെങ്കിൽ തുലാമാസത്തിലോ വരുന്ന നമ്മുടെ ദശമി പൂജയോടനുബന്ധിച്ച് 2-3 ദിവസം നമ്മൾ അതിന്റെ കാര്യങ്ങൾ
എല്ലാം ചെയ്യാറുണ്ട്. കുട്ടികളെല്ലാം എഴുത്തിന് വയ്ക്കലും പുസ്തകങ്ങളെല്ലാം പൂജയ്ക്ക് വെച്ച് വാഹന പൂജ, അങ്ങനെ 200-200-200-ലധികം വാഹനങ്ങൾ ഇവിടെ പൂജയ്ക്ക് വരും, പൂജ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കന്നിമാസം അല്ലെങ്കിൽ തുലാമാസം ആയിട്ടാണ് വരിക ഈ ദശമി. അപ്പൊ അത് ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ തുലാമാസത്തിൽ ഒരു 15-ാം തീയതി ആയാൽ ഇവിടെ കളമ്പാട്ട് കൂടണം. കളമ്പാട് ഇപ്പൊ കഴിഞ്ഞ വർഷം 99 കളംപാട്ടാണ് ഉണ്ടായത്. 99 കളമ്പാട്, ഒരു കളമ്പാട്ടിന് ഏകദേശം 10,000-3000 രൂപ ചെലവ് വരുന്ന കളമ്പാട്ടാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ മുൻകൂട്ടി ഇടുന്ന ആളുകളിൽ നിന്ന്, ഭക്തജനങ്ങളിൽ നിന്ന് കളമ്പാട്ട് ബുക്ക് ചെയ്യും. അവര് മുൻകൂട്ടി തന്നെ കളമ്പാട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കളമ്പാട്ട് എന്ന് പറയുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും അതുകൊണ്ട് കാര്യസിദ്ധി ഉണ്ടാവും എന്നൊരു വിശ്വാസം ഭക്തജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കളമ്പാട്ട് മുൻകൂട്ടി തന്നെ ഫില്ലാവാറുണ്ട്. ഇപ്രാവശ്യം 99 കളമ്പാട്ടുണ്ടായി. അപ്പൊ നമ്മള് തുലാമാസം 15-ാം തീയതി നമ്മളത് കളമ്പാട്ട് തുടങ്ങും. കളമ്പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വൃശ്യം കഴിഞ്ഞ് വൃശ്യമാസത്തിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ഉത്സവമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭക്തജനങ്ങൾ ചെയ്യുന്ന ഒരു ഇതാണ് അഖണ്ഡനാമം. ഈ അഖണ്ഡനാമം 21 വർഷമായി ഇപ്പൊ ഈ അഖണ്ഡനാമം ഇവിടെ തുടങ്ങി 21 വർഷമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും വൃശ്യമാസത്തിലെ 30 ശനിയാഴ്ച അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച സ്വാമിമാര് എല്ലാവരും അഖണ്ഡം ചവിട്ടുന്ന ഒരു ഇതായിട്ട് 24 മണിക്കൂർ അഖണ്ഡനാമം. ഈ അഖണ്ഡനാമം അന്ന് ഇവിടെ അന്നദാനം കാര്യങ്ങളും അതെല്ലാം ഉണ്ടാവും. ഭക്തജനങ്ങളുടെയും സ്വാമിമാരുടെയും വലിയ ഒരു ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ വൃശ്യമാസം കഴിഞ്ഞ ധനുമാസത്തിൽ നമ്മുടെ മണ്ഡല താലപ്പൊലി എന്ന് പറയുമ്പോൾ പാനീയ താലപ്പൊലിയായിട്ടാണ് കാലകാലങ്ങളായി നടത്തി വരുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള പടിഞ്ഞാറ് ഭാഗത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അത് ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട് തന്നെയാണ്. ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ ഈ പകൽപ്പാന പറഞ്ഞാൽ 16 ആളുകൾ പിടിക്കുന്ന പാന എന്നാണ് അതിന്റെ പറയപ്പെടുന്നത്. അങ്ങനെ ആ പാന അവിടെ ഗുരുതി എല്ലാം ചെയ്ത് അവിടെ നിന്ന് പാന ഇളകി ഇവിടെ താലപ്പൊലിയോടുകൂടെ ഇവിടെ ആന എഴുന്നള്ളിപ്പോടുകൂടെ ഇവിടെ വന്ന് വലത്ത് വെച്ച് അവസാനിച്ച് രാത്രി താലം നിരത്തി അങ്ങനെ ഭഗവതിക്ക് താലം എല്ലാം നിരത്തി കഴിഞ്ഞ് താലപ്പൊലി അങ്ങനെ ധനുമാസത്തിൽ അവസാനിക്കും. ധനു കഴിഞ്ഞാൽ പിന്നെ മകരമാസത്തിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മകരമില്ല, പിന്നെ കുംഭം അതൊന്നും വരുന്നില്ല. പിന്നെ മേടമാസം ആണ് നമ്മുടെ പൂരം വരുന്നത്. പൂരം പറയുമ്പോൾ വിഷു 1-ാം തീയതി കൊടിയേറി 7 ദിവസത്തെ ആറാട്ടോട് കൂടി, 7 ദിവസം ആറാട്ട് എന്ന് പറഞ്ഞാൽ 7 ദിവസം രാവിലെ ആറാട്ട് വലിയാറാട്ട് ദിവസം മാത്രം 2 നേരം ആറാട്ടുണ്ട് ഇവിടെ. അപ്പൊ അത് മുമ്പ് തുടങ്ങിയ കാലത്ത് പല ക്ഷേത്രങ്ങളിലായിരുന്നു ഈ ആറാട്ട് കൂടി ഉണ്ടായിരുന്നത്. ഉത്രത്തിക്കാവില്, ശിവക്ഷേത്രത്തില്, ചേറുംകുടി അമ്പലം, അങ്ങനെയുള്ള ഓരോരോ ദിവസം ആറാട്ടുകൾ ഓരോരോ ക്ഷേത്രത്തിലായിരുന്നു. ഇപ്പൊ പിന്നെ പല ക്ഷേത്രങ്ങളിലും സൗകര്യമില്ല, വെള്ളമില്ലായും അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ വലിയാറാട്ട് ദിവസം മാത്രം ശിവക്ഷേത്രത്തിൽ ആറാട്ട് കുളിക്കാൻ പോകാറുണ്ട്. രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി ആറാട്ട് കുളി കഴിഞ്ഞ് വന്ന് പിന്നെ വൈകുന്നേരം ഇവിടുത്തെ ക്ഷേത്രകുളത്തിൽ തന്നെയാണ് ആറാട്ട്. അങ്ങനെയുള്ള ഒരു പൂരം ഉത്സവമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ വഴിപാട് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മളിവിടെ എന്താ പറയുക, ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളും ചെയ്യുന്ന പോലെ നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, പിന്നെ രക്തപുഷ്പാഞ്ജലി, ത്രികാല പൂജ, ചുറ്റുവിളക്ക്, നിറമാല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധം മുട്ടറക്കലുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുവിധം സൂക്ത പുഷ്പാഞ്ജലികളുണ്ട്. അതെല്ലാം ചെയ്തു വരുന്നുണ്ട്. അതിന്റെ പുറമെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാട് നടത്തി വരുന്നത് സർവൈശ്വര്യ പൂജ എന്ന് അറിയപ്പെടുന്ന ഒരു പൂജയാണ്. അത് പൂര സമയത്ത് മാത്രം 6 ദിവസം നടത്തി വരുന്ന, അതായത് തന്ത്രിമാർ ചെയ്യുന്ന ഒരു പൂജയാണ്. അതായത് കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പൂജ എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യുന്നത് 6 ദിവസമേ ചെയ്യുന്നുള്ളൂ. അതാണ് ഇവിടെ വരുന്ന തന്ത്രിമാരായി ചെയ്യുന്ന പൂജയാണ്. അത് രാവിലെ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഗണപതി ഹോമം, ഒരു കുടുംബത്തിന്റെ വീട്ടുപേര്, കുടുംബങ്ങളിലെ എല്ലാവരുടെയും പേര്, നക്ഷത്രം,
അത് നമ്മൾ അവരിൽ നിന്ന് മുൻകൂട്ടി കളക്ട് ചെയ്ത് അവരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവരുടെ പേരും നക്ഷത്രവും വാങ്ങിച്ച് ഇവിടെ വന്ന് രാവിലെ 5 മണിക്ക് തന്നെ ഗണപതി ഹോമം, പിന്നെ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഉഷപൂജ, പിന്നെ ഉച്ചപൂജ, പിന്നെ വൈകുന്നേരം ഭഗവത് സേവ, ഇതെല്ലാം ഇവരുടെ പേര് നാളുകളിൽ പ്രത്യേകമായി ചെയ്യുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ ഉത്സവകാലത്ത് ഭൈരവന് ഗുരുതി ചെയ്യുന്നത്. അപ്പൊ ഈ ഗുരുതിയിലും അവരുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പേരും നാളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രത്യേകതരം ചെയ്യുന്ന ഒരു പൂജയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാനമായി പറയപ്പെടുന്ന ഒരു വഴിപാട് എന്ന് പറയുന്നത് ഈ സർവൈശ്വര്യ പൂജയാണ്. അപ്പൊ അതൊരു വർഷത്തിൽ ഇപ്പൊ 10, 600, 700 കുടുംബങ്ങൾ ചെയ്തു വരുന്ന ഒരു പൂജയായി മാറിയിരിക്കുകയാണ്. നമ്മൾ അതിന് ഇപ്പോ 1001 രൂപയാണ് നമ്മൾ അതിനിപ്പോ ചാർജ് വാങ്ങിക്കുന്നത്. അത് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തുടക്കത്തിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അത് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് കൂട്ടിയിട്ടില്ല. അതിന് നമ്മൾ കൊടുക്കുന്ന നിവേദ്യം എന്ന് പറയുന്നത് രാവിലത്തെ ഗണപതി ഹോമത്തിന്റെ ഒരു ഗണപതി ഹോമത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രസാദം, പിന്നെ ഉഷപൂജയുടെ നെയ്പായസം, ഉച്ചപൂജയുടെ പാൽപായസം, പിന്നെ വൈകുന്നേരത്തെ അതിന്റെ ഭഗവത് സേവയുടെ നിവേദ്യം, പിന്നെ അവിടെ ഭഗവതിയുടെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഉടയ്ക്കുന്ന നാളികേരം, പിന്നെ കദളിപ്പഴം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിന്റെ പ്രസാദവുമായി ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പൂജ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തന്നെ ഒരു 11 മണി 12 മണി ഉച്ചപൂജ കഴിഞ്ഞാൽ തന്ത്രി ഡയറക്റ്റായി ഭക്തജനങ്ങളെ അതിന്റെ കുടുംബത്തിന്റെ നാഥനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട അവരെ വിളിച്ചുകൊണ്ട് നേരിട്ട് തന്നെ അവർക്ക് ഇത് പ്രസാദം നടയിൽ വെച്ച് അവർക്കത് കൊടുക്കുന്നു. അത് അവർക്ക് അതിൽ ആളുകൾക്ക് വളരെ സംതൃപ്തിയുണ്ട്. പിന്നെ അതിൽ എല്ലാ വർഷവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരും ഈ പൂജ അതിൽ നിന്ന് പുറകോട്ട് പോകാണ്ട് വർഷം തോറും ആ പൂജയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ കാര്യം വരുമ്പോ ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് ഈ പൂജ എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അവർക്ക് അതിൽ നിന്ന് അതിന്റെ ഗുണവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് വർഷം തോറും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ക്ഷേത്രം ഇപ്പോ ഇത്രയും കാലമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രം ഒരു കമ്മിറ്റിയുടെ ഒരു നടത്തിപ്പായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് 6-7 മാസമായിട്ട് ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലായിരിക്കുകയാണ്. ഇതിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞ സജീവൻ സാറാണ്. സജീവൻ സാറ് മറ്റ് പല ക്ഷേത്രങ്ങളുടെയും ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് 10-14 ക്ഷേത്രങ്ങളുടെ ചുമതലയുണ്ട്. അയാൾ നമ്മുടെ തൊട്ടടുത്തുള്ള പരിയാനം ക്ഷേത്രം, അങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളുടെയും ചുമതല അദ്ദേഹം ആണ് ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ചുമതല. അദ്ദേഹം ഇവിടെ ഒരു 7 മാസമായിട്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. എന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഇവിടുത്തെ കമ്മിറ്റിയാണ് ഇതിന്റെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ഇവിടുത്തെ ഈ ഉത്സവങ്ങളൊക്കെ കൊണ്ടു നടക്കാനുള്ള ഒരു കമ്മിറ്റിയുണ്ട്. അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് CK ബാലകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ആണ്. അദ്ദേഹം ഓലോക്കോടുള്ളതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് ഞാൻ എന്റെ സെക്രട്ടറി സ്ഥാനത്താണ്. പിന്നെ ജോയിന്റ് സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും കുറച്ച് 21 അംഗ കമ്മിറ്റി അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ട് ഇവിടെ. അപ്പൊ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇതിന്റെ ഇപ്പോഴത്തെ അധികാര ചുമതലകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു ഏകദേശം. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നതാണ് ഗണപതി ക്ഷേത്രം, മന്നത്ത് ഗണപതി ക്ഷേത്രം. ഇതിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ 60 മീറ്റർ പോയി കഴിഞ്ഞാൽ ആ വളവ് ചെറുപ്പശ്ശേരി റോഡ് തന്നെ വളവ് തിരിയുന്ന സ്ഥലത്താണ് മന്നത്ത് ഗണപതി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം. ഇതിന്റെ ഉപക്ഷേത്രമായിട്ടാണ് നമ്മൾ അതിനെ കൊണ്ടാടി വരുന്നത്. ആ ക്ഷേത്രവും ഇതിന്റെ കീഴിൽ തന്നെയാണ്. അവിടെ ഒരു ശാന്തിക്കാരനും ഒരു കഴകം അടിച്ചുകളി അങ്ങനെയുള്ള ഒരു ജോലിക്കാരി അവിടെ 2 പേര് അവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോ ഇതൊരു D ക്ലാസ് അമ്പലമാണ് എന്ന ഇതിലാണിപ്പോ. അപ്പൊ ഇവിടുത്തെ ജീവനക്കാരി എന്ന് പറയുന്നത് ഒരു മേൽശാന്തി, ഒരു കഴകം അടിച്ചുതളി, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്ലർക്കിന്റെ ആവശ്യം ഉള്ളൊരു ക്ഷേത്രമാണ്. പക്ഷെ അത് നമുക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല. അത് നമ്മുടെ ഈ രാമക്ഷേത്രം ഇയാളാണ് ഇപ്പൊ അത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ക്ഷേത്രത്തിലെ ഫുൾ ചാർജ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ രാമകൃഷ്ണനാണ്. മൂപ്പര് ഇപ്പൊ പെർമനന്റ് ആയിട്ടില്ല. പിന്നെ ഗണപതി ക്ഷേത്രത്തിൽ 2 ജീവനക്കാരുണ്ട്. അത് ഈ ക്ഷേത്രത്തിന്റെ കീഴിൽ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഈ
ഇതിലാണ് നടത്തി വരുന്നത്.